everyone, welcome to Krish Talks. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തേർഡ് സെമസ്റ്റർ FI UGP സ്റ്റുഡൻസിൻ്റെ BCom ബിസിനസ് റെഗുലേഷൻസ് ആദ്യത്തെ 15 ചാപ്റ്റേഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം. നമ്മുടെ നോട്ട്സിനായിട്ട് ടെലഗ്രാമിൻ്റെ ലിങ്കും എക്സാം ഇൻഫോർമേഷൻസ് അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെയും ഇൻസ്റ്റയുടെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് നിങ്ങൾ എടുത്ത് നോക്കുക കേട്ടോ. അതേപോലെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കാനും ശ്രമിക്കുക. സോ നമ്മൾ ചാപ്റ്റർ 16 ആണ് എടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മൊത്തം 19 ചാപ്റ്റേഴ്സ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ചാപ്റ്റർ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട്, പിന്നെ സൈബർ ലോ, പിന്നെ ടിപ്സ് ഇൻ ഓപ്പൺ എൻഡഡ് മൊഡ്യൂൾ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് വരുന്നത്. അപ്പം ലാസ്റ്റത്തെ ഒരു ചെറിയൊരു ചാപ്റ്ററാണ്. അപ്പോൾ ബാക്കി ഇനി അടുത്ത 2 ചാപ്റ്റേഴ്സാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. സോ അതിൽ ഇപ്പോൾ ഈ കോൺട്രാക്ട് ഓഫ് ഏജൻസി എന്ന് പറയുന്നത് സ്പെഷ്യൽ കോൺട്രാക്ട്സ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കോൺട്രാക്ട് ഓഫ് ബെയിൽമെൻറ്റ്, കോൺട്രാക്ട് ഓഫ് പ്ലെഡ്ജ്, അതേപോലെ തന്നെ കോൺട്രാക്ട് ഓഫ് ഇൻഡംനിറ്റി, കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി, അങ്ങനെ 5ാമത്തെ കോൺട്രാക്റ്റ് ആണ് കോൺട്രാക്ട് ഓഫ് ഏജൻസി എന്ന് പറയുന്നത്. ഓക്കെ, സോ ദീസ് ആർ ദി സ്പെഷ്യൽ കോൺട്രാക്ട്സ്. അതിൽ ലാസ്റ്റത്തെ സ്പെഷ്യൽ കോൺട്രാക്റ്റ് ആണ് കോൺട്രാക്ട് ഓഫ് ഏജൻസി. അപ്പോൾ അത് എന്താണ് എന്ന് പറയുന്നതിന് മുൻപ് അതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടേംസ് നമുക്ക് നോക്കാം. ആരാണ് ഏജൻറ്റ്? An agent is a person employed to do any act for another or to represent another in dealings with a third person. ഏജൻറ്റ് എന്ന് പറയുന്നത് ഒരാൾക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളെയാണ് നമ്മൾ ഏജൻറ്റ് എന്ന് പറയുക. ഇപ്പം എനിക്ക് എന്താ പറയുക, കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് ഒരു ബിസിനസ്സിൻ്റെ മീറ്റിങ്ങിന് വേണ്ടി അമേരിക്കയ്ക്ക് പോവാണ്. അപ്പോൾ ഇവിടെയുള്ള എൻ്റെ ബിസിനസ് കാര്യങ്ങൾ, നാട്ടിലത്തെ ബിസിനസ് കാര്യങ്ങൾ നോക്കി നടത്താനായിട്ട് ഞാനൊരു ഏജൻറ്റിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് പകരം എൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ, നാട്ടിലെ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരാളെയാണ് നമ്മൾ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത്. സോ ആളെയാണ് നമ്മൾ ഏജൻറ്റ് എന്ന് വിളിക്കുന്നത്, അല്ലേ? ഒരു തേർഡ് പേഴ്സൺ ആയിട്ട് ഡീലിങ്സ് നടത്താനുള്ള ഒരാൾ. ഇനി എന്താണ് ഏജൻസി? ഏജൻസി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എൻ ഏജൻറ്റ് ആൻഡ് ഹിസ് പ്രിൻസിപ്പൾ. അപ്പോൾ ഇവിടെ ആരാ പ്രിൻസിപ്പൾ എന്ന് പറയുന്നത്? എന്നെയാണ് പ്രിൻസിപ്പൾ എന്ന് പറയുന്നത്. അതായത് ആരാണോ ഇവിടുത്തെ മെയിൻ ആൾ, ആരുടെ അണ്ടറിലാണോ ഏജൻറ്റിനെ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത്, അയാളെയാണ് നമ്മൾ പ്രിൻസിപ്പൾ എന്ന് പറയുക. അപ്പോൾ ആ പ്രിൻസിപ്പളിന് വേണ്ടിയിട്ടാണ് ഏജൻറ്റ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഏജൻറ്റും പ്രിൻസിപ്പളും 2 പേരാണ് ഏജൻസിയിൽ വരുന്ന 2 ആൾക്കാർ. അപ്പോൾ ഇവർ തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ആ ഒരു കോൺട്രാക്റ്റിനെയാണ് നമ്മൾ ഏജൻസി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇതിൽ കൊടുത്തിട്ടുണ്ട് എസെൻഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് ഏജൻസി. അപ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സാണ് ചോദിച്ചിരിക്കുന്നത്. നെയിം ഓഫ് എ റിലേഷൻ, ഇവർ 2 പേരും തമ്മിലുള്ള റിലേഷനുണ്ട്. ആരൊക്കെ തമ്മിലുള്ള റിലേഷനാണ്? ഏജൻറ്റും പ്രിൻസിപ്പളും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ഇവിടെ മെയിനായിട്ടും വരുന്നത്. ഇനി ഇതൊരു എഗ്രിമെൻറ്റിൻ്റെ പുറത്താണ്. ദെൻ കോമ്പറ്റൻസി ഓഫ് പ്രിൻസിപ്പൽ, ഇൻറ്റൻഷൻ ഓഫ് ദി ഏജൻറ്റ്, കൺസിഡറേഷൻ ഇവിടെ അങ്ങനെ നെസസറി ഒന്നുമല്ല, ഫ്രീ കൺസെൻറ്റ്, പിന്നെ സാധാരണ എസെൻഷ്യൽ എലമെൻറ്റ്സ് എല്ലാം തന്നെ വേണം. ഇതാണ് ഒരു ഏജൻസിയുടെ ഫീച്ചേഴ്സായിട്ട് വരുന്നത്. കൺസിഡറേഷൻ ഉണ്ടാവാറുണ്ട് കേട്ടോ. പക്ഷേ ഇനി നമ്മൾ വിചാരിക്കും, അപ്പോൾ ഒരു സർവൻ്റായിട്ട് നിൽക്കില്ലേ, ഒരാൾക്ക് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന ഒരാൾ സെർവൻറ്റ്, അങ്ങനെയുള്ളൊരു ടേം ഉണ്ടല്ലോ. അപ്പോൾ ഈ സർവൻറ്റും ഏജൻറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? An agent act according to the instruction of the principal, whereas a servant act according to the orders of the principal. നമ്മുടെ ഏജൻറ്റ് പ്രിൻസിപ്പൾ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളാണ്. പക്ഷേ സെർവൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിൻസിപ്പൾ പറയുന്ന ഓർഡേഴ്സ്, രണ്ടും ഡിഫറെൻ്റ് ആണ്. ഓർഡേഴ്സ് കേട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. ഇനി ഏജൻറ്റ് ഒരു കോൺട്രാക്ച്വൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കും നമ്മുടെ പ്രിൻസിപ്പളുമായിട്ടും അതേപോലെ തന്നെ തേർഡ് പാർട്ടീസായിട്ട്. പക്ഷേ ഒരു സെർവൻറ്റിന് അങ്ങനെയുള്ള റിലേഷൻഷിപ്പ്, കോൺട്രാക്ച്വൽ റിലേഷൻഷിപ്പിലൊന്നും ഏർപ്പെടാനായിട്ട് സാധിക്കില്ല. An agent can bind the principal to the third parties, whereas the servant cannot do so. ഇപ്പോൾ ഏജൻറ്റിന് നമ്മുടെ പ്രിൻസിപ്പളുമായിട്ട് തേർഡ് പാർട്ടീസിന് വേണ്ടി കാര്യങ്ങളൊക്കെ ചേർന്ന് പ്രവർത്തിക്കാൻ പറ്റും, പക്ഷെ നമ്മുടെ സെർവൻറ്റിന് ചെയ്യാൻ പറ്റില്ല. ഏജൻറ്റിന് കിട്ടുന്ന പൈസേനെ പറയുന്ന പേര് കമ്മീഷൻ എന്നാണ്. സെർവൻറ്റിന് നമ്മൾ കൊടുക്കുന്ന പൈസേനെ പറയുന്ന പേര് സാലറി അല്ലെങ്കിൽ വേജസ് എന്നുള്ളതാണ്. Then an agent may generally work for several principals. ഒരു ഏജൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ആൾ അറ്റ് എ ടൈം ഒരുപാട് പേരുടെ ഏജൻ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാവും. ഇപ്പം എൻ്റെ ഏജൻ്റായിട്ട്, വേറെ ആളുടെ ഏജൻ്റായിട്ട്, രാഹുൽ എന്ന് പറഞ്ഞ ആളുടെ ഏജൻ്റായിട്ട്, മനു എന്ന് പറഞ്ഞ ആളുടെ ഏജൻ്റായിട്ടൊക്കെ ഈ ഒരൊറ്റൊരു ഏജൻറ്റ് അറ്റ് എ ടൈം വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷേ സെർവൻറ്റിന് അങ്ങനെ പറ്റില്ല. അറ്റ് എ ടൈം 1 മാസ്റ്ററേ ആൾക്ക് ഉണ്ടാവാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. സോ ദീസ് ആർ ദി ഡിഫറൻസസ് ബിറ്റ്വീൻ ദ ഏജൻറ്റ് ആൻഡ് സെർവൻറ്റ്. ഇത് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്.
ഇനി അടുത്തതാണ് ക്രിയേഷൻ ഓഫ് എൻ ഏജൻസി. എങ്ങനെയൊക്കെയാണ് ഈ പറയുന്ന ഏജൻസി, ദാറ്റ് മീൻസ് ദ കോൺട്രാക്ച്വൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഏജൻറ് ആൻഡ് പ്രിൻസിപ്പൽ, അതാണ് ഏജൻസി. അപ്പോൾ അതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ആ ഒരു ഏജൻസി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് എന്ന് നമുക്ക് നോക്കാം. മെയിനായിട്ടും 4 രീതിയിലാണ്. ഫസ്റ്റത്തെ എക്സ്പ്രസ് എഗ്രിമെൻറ്റ് ഓർ അതോറിറ്റി, രണ്ടാമത്തെ ഇംപ്ലൈഡ് എഗ്രിമെൻറ്റ് ഓർ അതോറിറ്റി, അതിൽ തന്നെ നമുക്ക് 3 സബ് ടോപ്പിക്സ് വരുന്നുണ്ട്. പിന്നെ മൂന്നാമത്തത് ഏജൻസി ബൈ റെക്ടിഫിക്കേഷൻ, നാലാമത്തത് ഏജൻസി ബൈ ഓപ്പറേഷൻ ഓഫ് ലോ. അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ഇതൊരു എസ്സേക്കൊക്കെ സാധ്യതയുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. ഓക്കെ, 1 by 1 ആയിട്ട് നമുക്ക് 2 മാർക്കിനും ചോദിക്കാം. അപ്പോൾ എൻ ഏജൻസി ബൈ എക്സ്പ്രസ് എഗ്രിമെൻറ്റ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. A contract of agency may be created by express agreement when principal appoints an agent either by words, a spoken or written. അതായത് എക്സ്പ്രസ് കോൺട്രാക്ട്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ വാക്കാലെ പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ എഴുതിയോ ഏർപ്പെടുന്ന കോൺട്രാക്റ്റുകളെയാണ് എക്സ്പ്രസ് കോൺട്രാക്ട്സ് അല്ലെങ്കിൽ എക്സ്പ്രസ് എഗ്രിമെൻറ്റ്സ് എന്ന് പറയുക. ഒന്നില്ലെങ്കിൽ അങ്ങനെ ഇവർക്ക് ഏജൻസി ക്രിയേറ്റ് ചെയ്യാം. രണ്ടാമത്തത് ഇംപ്ലൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താനേ രൂപപ്പെടുന്നതാണ് അല്ലേ. എൻ ഏജൻസി ബൈ എഗ്രിമെൻറ്റ് മേ ബി ഇംപ്ലൈഡ് അണ്ടർ സർട്ടൈൻ സർക്കംസ്റ്റൻസസ്. ചില സർക്കംസ്റ്റൻസസ് കൊണ്ട് താനേ രൂപപ്പെടുന്ന എഗ്രിമെൻറ്റുകളെയാണ് ഏജൻസി ബൈ ഇംപ്ലൈഡ് എഗ്രിമെൻറ്റ് എന്ന് പറയുന്നത്. ഇനി അതിൽ തന്നെ വരുന്ന കുറച്ച് സബ് ടോപ്പിക്സ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഏജൻസി ബൈ എസ്റ്റോപ്പൽ. ഏജൻസി മേ ബി ക്രിയേറ്റഡ് ബൈ എസ്റ്റോപ്പൽ, ദസ് ആൻ ഏജൻസി ഈസ് ക്രിയേറ്റഡ് ബൈ ഇംപ്ലിക്കേഷൻ ഓഫ് ലോ. എസ്റ്റോപ്പൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിയമം ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ ലോ തന്നെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്ന കോൺട്രാക്റ്റുകളും ഉണ്ട്, എഗ്രിമെൻറ്റ്സും ഉണ്ട്. അല്ലെങ്കിൽ ഏജൻസി ബൈ ഹോൾഡിംഗ് ഔട്ട്. ഏജൻസി ബൈ ഹോൾഡിംഗ് ഔട്ട് ഈസ് എ ബ്രാഞ്ച് ഓഫ് ഏജൻസി ബൈ എസ്റ്റോപ്പൽ. നമ്മൾ നേരത്തെ പറഞ്ഞ ഏജൻസി ബൈ എസ്റ്റോപ്പലിൻ്റെ അടുത്തൊരു ബ്രാഞ്ചാണ് ഏജൻസി ബൈ ഹോൾഡിംഗ് ഔട്ട്. അതേപോലെ തന്നെയുള്ളൊരു സംഭവം, അത്രേ ഉള്ളൂ. ഇനി അടുത്തത് ഏജൻസി ബൈ നെസസിറ്റി ആണ്. Sometimes extraordinary circumstances require that a person who is not really an agent should act as an agent of another. Such an agency is called agency by necessity. അതായത് ഇപ്പം ചില കേസിൽ നിലവിൽ ഏജൻ്റ് ആയിരുന്ന ആൾക്ക് എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേക സാഹചര്യങ്ങളിൽ ഏജൻ്റായി മാറേണ്ടി വന്നു, അതിനെയാണ് നമ്മൾ ഏജൻസി ബൈ നെസസിറ്റി എന്ന് പറയുക. ഓക്കെ, അതായത് വേറൊരാളായിരുന്നു ശരിക്കും ഏജൻറ്റ്, പക്ഷെ ആൾക്ക് എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻ വന്നതുകൊണ്ടോ നിലവിൽ ഏജൻറ്റ് ഇല്ലാത്തത് കൊണ്ടോ ആൾക്കൊന്ന് ഏജൻ്റായിട്ട് ആക്ട് ചെയ്യേണ്ടി വന്നു, കുറച്ച് നേരത്തേക്കോ എങ്ങാനൊക്കെ ആയിരിക്കും. അതിനെയാണ് ഏജൻസി ബൈ നെസസിറ്റി എന്ന് പറയുക. അടുത്തത് ഏജൻസി ബൈ റെക്ടിഫിക്കേഷൻ ആണ്. റെക്ടിഫിക്കേഷൻ മീൻസ് ദ സബ്സിക്വൻറ്റ് അഡോപ്ഷൻ ആൻഡ് ആക്സെപ്റ്റൻസ് ഓഫ് എൻ ആക്ട് ഒറിജിനലി ഡൺ വിത്തൗട്ട് ഇൻസ്ട്രക്ഷൻ ഓർ അതോറിറ്റി. ഇപ്പം നമ്മുടെ പ്രിൻസിപ്പളിൻ്റെ പെർമിഷൻ ഇല്ലാതെ ഒരാൾ ഏജൻ്റായിട്ട് ബിഹേവ് ചെയ്യുവാണ്. അതായത് ഞാൻ ഇപ്പോൾ അനു എന്ന് പറഞ്ഞ കുട്ടീനെ ഞാൻ എൻ്റെ ഏജൻ്റായിട്ട് വെച്ചിട്ടില്ല, പക്ഷേ അനു പറയുവാണ് ഞാൻ മാമിൻ്റെ ഏജൻ്റായിട്ട് വർക്ക് ചെയ്യാണ് എന്നൊക്കെ മറ്റുള്ളവരോട് പറയുന്നുണ്ട്, എനിക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, അങ്ങനെ എനിക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഞാൻ പറയാതെ, ഞാൻ പെർമിഷൻ കൊടുക്കാതെ ഒരാൾ വരുവാണ്, ഏജൻ്റായിട്ട് പ്രവർത്തിക്കുകയാണ്. പക്ഷെ പിന്നീട് എനിക്ക് തോന്നുകയാണ് ഓക്കെ അനു നന്നായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്, അപ്പം ഇനി ശരിക്കും ഏജൻ്റായിട്ട് തന്നെ അപ്പോയിൻറ്റ് ചെയ്തേക്കാം എന്ന് ഞാൻ വിചാരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ ഏജൻസി ബൈ റെക്ടിഫിക്കേഷൻ എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ഇടയിൽ വരുന്ന 3 എണ്ണം. ഇനി അടുത്തത് ഏജൻസി ബൈ റെക്ടിഫിക്കേഷൻ 3ാമത്തെ ടോപ്പിക്കാണ്. ഇനി ഏജൻസി ബൈ ഓപ്പറേഷൻ ഓഫ് ലോ 4ാമത്തെ ഒരു ടോപ്പിക്കും കൂടി ഉണ്ട്. ഇത് ഞാൻ കൊടുത്തിട്ടില്ല, എക്സ്പ്ലനേഷൻ ഇങ്ങനെയാണ് വരിക അതിൻ്റെ. ഏജൻസി ബൈ ഓപ്പറേഷൻ ഓഫ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ നിയമപ്രകാരം ചെയ്യേണ്ടി വരും. അപ്പോൾ ആ ഒരു സമയത്ത് അവിടെ ലോ തന്നെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആൻ ഏജൻസി ദാറ്റ് ഈസ് ക്രിയേറ്റഡ് ഓട്ടോമാറ്റിക്കലി ബൈ ലോ. അവിടെ ഒരു എഗ്രിമെൻറ്റോ കാര്യങ്ങളോ പാർട്ടീസ് തമ്മിൽ ഉണ്ടാവണം എന്നില്ല. ഞാൻ അതിൻ്റെ ലൈനൊന്ന് എഴുതി തരാം. യെസ്, ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ബൈ ലോ വിത്തൗട്ട് ആൻ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ദ പാർട്ടീസ്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്, കൈൻഡ്സ് ഓഫ് ഏജൻറ്റ്. കൈൻഡ്സ് ഓഫ് ഏജൻറ്റ് ഓൺ ദ ബേസിസ് ഓഫ് എക്സ്റ്റെൻറ്റ് ഓഫ് ദെയർ അതോറിറ്റി. അതോറിറ്റീൻ്റെ ബേസിൽ നമുക്ക് വരുന്ന ടൈപ്സ് ആണ് ജനറൽ ഏജൻറ്റ്, സ്പെഷ്യൽ ഏജൻറ്റ്, യൂണിവേഴ്സൽ ഏജൻറ്റ് എന്നിങ്ങനെ. അപ്പോൾ ജനറൽ ഏജൻറ്റ് ഈസ് വൺ ഹു ഈസ് എംപ്ലോയ്ഡ് ടു ട്രാൻസാക്ട് ജനറലി ഓൾ ദ ബിസിനസ് ഓഫ് ദി പ്രിൻസിപ്പിൾ. ആ പ്രിൻസിപ്പിളിൻ്റെ
എല്ലാ തരത്തിലുള്ള ബിസിനസ് കാര്യങ്ങളും നോക്കി നടത്താനുള്ള ഏജൻറ്റിനെയാണ് നമ്മൾ ജനറൽ ഏജൻറ്റ് എന്ന് പറയാം. ഇനി സ്പെഷ്യൽ ഏജൻറ് ഉണ്ട്. വെൻ ആൻ ഏജൻറ് ഈസ് ടു ഡു സം പെർട്ടിക്കുലർ ആക്ട്, എന്തെങ്കിലും ഇപ്പം ഞാൻ പറയുവാണ് എൻ്റെ നോട്ട്സ് പ്രിപ്പറേഷൻ്റെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി, അങ്ങനെ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി മാത്രം നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യുന്ന ഏജൻറ്റാണ് സ്പെഷ്യൽ ഏജൻറ്റ്. ആ പേരിൽ തന്നെ നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാം. അടുത്തത് മൂന്നാമത്തത് യൂണിവേഴ്സൽ ഏജൻ്റ് ആണ്. യൂണിവേഴ്സൽ ഏജൻറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ട്രാൻസാക്ട് ഓൾ ദ ബിസിനസ് ഓഫ് ഹിസ് പ്രിൻസിപ്പിൾ ഓഫ് എവറി കൈൻഡ്. അതായത് ഇപ്പം ഞാൻ ബുക്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ബിസിനസ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക, അതായത് നമ്മുടെ ക്രിസ്റ്റോക്സിൻ്റെ എഡ്യൂക്കേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ളത് ചെയ്യുന്നുണ്ട്, പിന്നെ ഞാനൊരു സാരി ബിസിനസ് കൂടി ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കാം. മൂന്നും ഡിഫറെൻറ്റ് ടൈപ്സ് ആണ് അല്ലേ. പക്ഷേ ഈ മൂന്നിൻ്റെയും കാര്യങ്ങൾ ഞാൻ ആളെ ഏൽപ്പിച്ചേക്കുവാണ്. അങ്ങനെ എൻ്റെ എല്ലാ കൈൻഡ് ഓഫ് ആക്ടിവിറ്റീസിനും എല്ലാ കൈൻഡ് ഓഫ് ബിസിനസ്സിനും ഞാൻ ആളെ ഏജൻ്റായിട്ട് വെച്ചേക്കുക. അപ്പോൾ അതിനെയാണ് നമ്മൾ യൂണിവേഴ്സൽ എന്ന് പറയുന്നത്, യൂണിവേഴ്സൽ ഏജൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഓൺ ദി ബേസിസ് ഓഫ് നേച്ചർ ഓഫ് വർക്ക് പെർഫോംഡ്, അതിൻ്റെ അടിസ്ഥാനത്തിൽ മെർക്കൻറ്റൈൽ ഏജൻറ്റ് ഓർ കൊമേഴ്ഷ്യൽ ഏജൻസ് ഉണ്ട്. അതായത് നമ്മുടെ ഇപ്പം ഒരു കച്ചവടമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗുഡ്സ് സെല്ല് ചെയ്യാൻ അല്ലെങ്കിൽ അതിൽ നിന്ന് പൈസ ഉണ്ടാക്കാനായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ, അവിടുത്തെ കാര്യങ്ങൾ നോക്കി നടത്താനുള്ള ഏജൻറ്റിനെയാണ് നമ്മൾ കൊമേഴ്ഷ്യൽ ഏജൻറ്റ് എന്ന് പറയുക. നെക്സ്റ്റ് കമ്മീഷൻ ഏജൻ്റ് ആണ്. Commission agent is a person who is employed to do a certain act for his principal in return for a commission. എൻ്റെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനായിട്ട് ഞാൻ ആളെ ഏൽപ്പിക്കുന്നു, ആൾക്ക് അതിനുള്ള കമ്മീഷനും ഞാൻ കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ കമ്മീഷൻ ഏജൻറ്റ്. ഇൻ റിട്ടേൺ ഫോർ എ കമ്മീഷൻ, ആൾക്കൊരു കമ്മീഷൻ കിട്ടാനാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഡെൽക്രിഡർ ഏജൻ്റ് ആണ്. ഡെൽക്രിഡർ ഏജൻറ്റ് ഈസ് വൺ ഹൂ ഫോർ എക്സ്ട്രാ റെമ്യൂണറേഷൻ ഗ്യാരണ്ടീസ് ദ പെർഫോമൻസ് ഓഫ് ദി കോൺട്രാക്ട് ബൈ ദി അതർ പാർട്ടി. അത് നമുക്കിവിടെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് അത് നോക്കാം. ഇപ്പോൾ ഒരു കേസിൽ ഒരു പ്രിൻസിപ്പൾ ഉണ്ട്, ഒരു ഏജൻ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. ഇപ്പം നമ്മുടെ ഏജൻ്റാണ് രവി, പ്രിൻസിപ്പളാണ് രവി. ദെൻ നമ്മുടെ അനു ആണ് ഇവിടെ ഏജൻ്റായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്രിൻസിപ്പളിൻ്റെ കുറച്ച് ഗുഡ്സ് വിൽക്കാനുണ്ട്. അപ്പോൾ നമ്മുടെ അനു ആണല്ലോ ഏജൻറ്റ്, അപ്പോൾ അനു ത്രൂ ആണ് ആ ഗുഡ്സ് വിൽക്കുന്നത്. അപ്പോൾ ഇവിടെ അനു പറയാണ്, ഞാൻ രവി സാറിൻ്റെ എല്ലാ ഗുഡ്സും ഞാൻ സെല്ല് ചെയ്ത് തരാം, അതിനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഹെൽപ്പ് ചെയ്ത് തരാം. അപ്പോൾ രവി പറയാണ്, അതിലിപ്പോൾ എന്താ ഇത്ര ഉറപ്പ്, അത് സെല്ലാവും എന്നുള്ളത് എന്താ ഇത്ര ഉറപ്പ്, എൻ്റെ പൈസ പോയാലോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അപ്പോൾ അനു പറയാണ്, ഇല്ല, ഇനിയിപ്പോൾ നമ്മുടെ കസ്റ്റമർ അത് വാങ്ങിയില്ല, അതിൻ്റെ പൈസ തന്നില്ല എന്നുണ്ടെങ്കിൽ ഞാനത് പേ ചെയ്തോളാം. അങ്ങനെ അനു ഇവിടെ ഗ്യാരണ്ടി നിൽക്കുകയാണ്, മനസ്സിലായില്ലേ? അപ്പോൾ അനു ഇവിടെ എല്ലാ ഗുഡ്സും രവിക്ക് വേണ്ടി വിൽക്കാമെന്നും പേയ്മെൻറ്റ് ഗ്യാരണ്ടി കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഏജൻറ്റിനെയാണ് നമ്മൾ ഡെൽക്രിഡർ ഏജൻറ്റ് എന്ന് വിളിക്കുന്നത്. ഇഫ് ദ കസ്റ്റമർ ഡസൻ പേ, ഇവിടെ അനു റെഡിയാണ് അത് പേ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി അടുത്തതെന്ന് പറയുന്നത് ഫാക്ടർ. A factor is a mercantile agent with whom the goods are kept for sale. He has got powers to enter into contracts of sale with the third parties. ഇവിടെ ഫാക്ടർ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ടൈപ്പ് ഓഫ് ഏജൻ്റ് ആണ്. അപ്പോൾ ഇവിടെ നമ്മുടെ എന്താ പറയുക, മെർക്കൻറ്റൈൽ ഏജൻറ്റ്, കൊമേഴ്ഷ്യൽ കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഏജൻ്റാണ്. ആള് സെയിലിന് വേണ്ടി ഗുഡ്സ് കീപ്പ് ചെയ്ത് വെക്കും, സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ട് പിന്നീട് ചിലപ്പോൾ പൈസ കൂടുന്ന സമയത്ത് അത് സെയിൽ ചെയ്യുകയോ തേർഡ് പാർട്ടീസുമായിട്ട് അതിൻ്റെ സെയിൽ കാര്യങ്ങളൊക്കെ ചെയ്യുകയോ ചെയ്യുന്ന ഏജൻറ്റിനെയാണ് നമ്മൾ ഫാക്ടർ എന്ന് വിളിക്കുന്നത്. ദെൻ അടുത്തത് ഓപ്ഷണേഴ്സ് ആണ്. He is an agent who is employed by the owner to sell his property publicly by calling on the public to bid for it. അതായത് ഇത് ലേലം വിളിച്ച് വിൽപ്പന നടത്തുക. അതിനു വേണ്ടി ഇപ്പം എൻ്റെ ഒരു പ്രോപ്പർട്ടി എനിക്ക് വിൽക്കണം, വീടും പറമ്പും വിൽക്കണം, അതിനു വേണ്ടി ഞാൻ നേരിട്ട് അതിന് വേണ്ടി പോകുന്നില്ല, അതിന് പകരം ഞാനൊരു ഏജൻറ്റിനെ വെച്ചേക്കുവാണ്. എന്നിട്ട് ഞാൻ ഏജൻറ്റിൻ്റെ അടുത്ത് പറയാണ്, ലേലം വിളിച്ച് എത്രയാണോ വലിയ തുക വന്നിരിക്കുന്നത് ആ വലിയ തുകയ്ക്ക് എന്ത് ചെയ്യണം, എൻ്റെ വീടും പറമ്പും നീ വിറ്റ് തരണം. അതിനു വേണ്ടി നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യുന്ന ആളെയാണ് ഓപ്ഷണേഴ്സ് എന്ന് പറയുന്നത്. ഇതിനടുത്തത് ബ്രോക്കറാണ്. എ ബ്രോക്കർ ഈസ് എൻ ഏജൻറ്റ് ഹു ബ്രിങ്സ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ഇൻ ടു കോൺട്രാക്ട് വിത്ത് വൺ അനദർ. അതായത് ഇവിടെ ഏജൻറ്റിൻ്റെയും നമ്മുടെ ഇത് ഒരു ടൈപ്പ് ഓഫ് ഏജൻ്റാണ്. ബയേഴ്സിനെയും സെല്ലേഴ്സിനെയും കണ്ടുമുട്ടിപ്പിക്കുന്ന, അതിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഒരു ഇടനിലക്കാരനെയാണ് നമ്മൾ ബ്രോക്കർ എന്ന് വിളിക്കുന്നത്. ബ്രിങ്സ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ഇൻ ടു കോൺട്രാക്ട് വിത്ത് വൺ അനദർ. അപ്പോൾ ഇതെല്ലാം മെർക്കൻറ്റൈൽ ഏജൻസ് ആണ്.
ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നോൺ മെർക്കൻറ്റൈൽ ഓർ നോൺ കൊമേഴ്ഷ്യൽ, നമ്മൾ കച്ചവടപരമായിട്ട് ബന്ധമല്ലാത്ത ഏജൻറ്റുകളെയാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. മെർക്കൻറ്റൈൽ ഏജൻറ്റ്സ് മേ ബി എസ്റ്റേറ്റ് ഏജൻറ്റ് who are employed to negotiate the sale and purchase. Then house agents ഉണ്ട്, സിമിലർലി എൻഗേജ്ഡ് വിത്ത് റെസ്പെക്ട് ടു ഹൗസ് ഷോപ്സ്, അങ്ങനെയുള്ള സെയിലുകൾ നടത്തുന്ന ഏജൻറ്റുകളുണ്ട്, ലോ ഏജൻറ്റുകളുണ്ട്, ലീഗൽ അഫെയർസ് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത്, അങ്ങനെ പലതരത്തിലുള്ള ഏജൻറ്റുകളാണ് അവിടെ വരുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ വരുന്നത് എസ്റ്റേറ്റ് ഏജൻസ്, പിന്നെ ഹൗസ് ഏജൻസ്, ലോ ഏജൻസ്, ആ 3 എണ്ണമാണ് നിങ്ങളിവിടെ നോക്കേണ്ടത്. ഇനി അടുത്തത് റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് എൻ ഏജൻ്റ് ആണ്. ഏജൻറ്റിനുള്ള റൈറ്റ്സ്, റൈറ്റ് ടു റീറ്റെയിനർ, റൈറ്റ് ടു റിസീവ് ദ റെമ്യൂണറേഷൻ, റൈറ്റ് ടു ലീൻ, റൈറ്റ് ടു ഇൻഡംനിഫിക്കേഷൻ, റൈറ്റ് ടു കോമ്പൻസേഷൻ, റൈറ്റ് ടു സ്റ്റോപ്പേജ് ഓഫ് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് ഒക്കെയാണ് ആൾക്കുള്ള റൈറ്റ്സ്. ഇനി ആളുടെ ഡ്യൂട്ടീസും താഴെ കൊടുത്തിട്ടുണ്ട്. മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, നല്ല രീതിയിൽ സ്കിൽസോട് കൂടി ആക്ട് ചെയ്യുക, പ്രിൻസിപ്പളിൻ്റെ ബിസിനസ് കാര്യങ്ങൾ നോക്കി നടത്തുക, പിന്നെ ആളുടെ അക്കൗണ്ട് പോലെ അത് ഡീൽ ചെയ്യാനായിട്ട് പാടില്ല, നമുക്ക് കിട്ടിയ എമൗണ്ട്സ് ഒക്കെ പ്രിൻസിപ്പളിന് കൊടുക്കാനുള്ള ഡ്യൂട്ടി ഉണ്ട്. ഓക്കെ, ഇനി പ്രിൻസിപ്പളിൻ്റെ ഡ്യൂട്ടി നോക്കുവാണെങ്കിൽ നമ്മുടെ ഏജൻറ്റിന് റെമ്യൂണറേഷൻ കൊടുക്കണം, ഏജൻറ്റിന് എല്ലാ കാര്യങ്ങളും അറിയിക്കണം, ആൾക്ക് എന്തെങ്കിലും നാശനഷ്ടങ്ങൾ ഉണ്ടെങ്കിൽ അത് ഇൻഡംനിഫൈ ചെയ്ത് കൊടുക്കണം, നഷ്ടം നികത്തി കൊടുക്കണം. ദെൻ ഡ്യൂട്ടി ടു ഇൻഡംനിഫൈ ദ ലോസ് ഫോർ പ്രിൻസിപ്പൾസ് നെഗ്ലെക്ട്സ്, പ്രിൻസിപ്പളിൻ്റെ അനാസ്ഥ മൂലം എന്തെങ്കിലും നഷ്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതും നികത്തി കൊടുക്കാനുള്ള തയ്യാറെടുപ്പ് ആൾ നടത്തിയിട്ടുണ്ടായിരിക്കണം. അപ്പം അങ്ങനെ. ഇനി നമ്മുടെ അടുത്തതാണ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി. ഡെലിഗേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന ജോലി മറ്റുള്ളവർക്ക് വീതിച്ചു കൊടുക്കുന്നതിനെയാണ്, ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നതിനെയാണ് നമ്മൾ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് പറയുക. സോ ഡെലിഗേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫറിങ് ദ റെസ്പോൺസിബിലിറ്റി ഫോർ എ ടാസ്ക് ഓർ ഡിസിഷൻ ഫ്രം വൺ പേഴ്സൺ ടു അനദർ. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുന്നു, ആ റെസ്പോൺസിബിലിറ്റി ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡെലിഗേഷൻ എന്ന് പറയുന്നത്. സോ ജനറലി എൻ ഏജൻറ്റ് സപ്പോസ് ടു പെർഫോം ഹിസ് ഡ്യൂട്ടീസ് പേഴ്സണലി. അപ്പം മെയിനായിട്ട് നമുക്കൊരു ഏജൻറ്റ് ഉണ്ടായിരിക്കും, ആളാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തേണ്ട ആൾ. എ ജനറൽ റൂൾ ഈസ് ദാറ്റ് എ ഡെലിഗേറ്റ് കനോട്ട് ഫർദർ ഡെലിഗേറ്റ്. അപ്പം ശരിക്കും പറഞ്ഞ ഒരു റൂളുണ്ട്. ഇപ്പം പ്രിൻസിപ്പൾ ചെയ്യേണ്ട കാര്യങ്ങളാണല്ലോ ഡെലിഗേറ്റ് ചെയ്ത് ആരെക്കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്, നമ്മുടെ ഏജൻറ്റിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. ഇപ്പം ഞാനാണ് പ്രിൻസിപ്പൾ എന്ന് വിചാരിക്കാം, ഞാനാണ് പ്രിൻസിപ്പൾ. ഈ പ്രിൻസിപ്പൾ ചെയ്യേണ്ട കാര്യങ്ങൾ പ്രിൻസിപ്പളിന് ഒഴിവില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ അഡീഷണൽ കാര്യങ്ങൾ ആർക്കും ചെയ്യാനുണ്ടായിരിക്കും. അതുകൊണ്ടാണ് ആൾ ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി ഡെലിഗേറ്റ് ചെയ്ത് ഒരു ഏജൻറ്റിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ പിന്നെ ആ ഏജൻറ്റ് പിന്നെയും അത് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് പറയുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല. അങ്ങനെ റൂളുണ്ട്, ഓൾറെഡി ഡെലിഗേറ്റ് ചെയ്ത് തന്ന സാധനം വീണ്ടും ഡെലിഗേറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. ദസ് എൻ ഏജൻറ്റ് ഹിംസെൽഫ് ഈസ് എ ഡെലിഗേറ്റ് ഓഫ് ഹിസ് പ്രിൻസിപ്പിൾ, അല്ലേ? പ്രിൻസിപ്പിൾ ചെയ്ത് എന്താ പറയുക, ആളുടെ ഡിവൈഡ് ചെയ്ത് തന്ന കാര്യങ്ങളാണ് ഏജൻറ്റ് ചെയ്യുന്നത്. സോ ഹി കനോട്ട് ഫർദർ ഡെലിഗേറ്റ് ഹിസ് പവേഴ്സ് ടു അനദർ പേഴ്സൺ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏജൻറ്റ് ആളുടെ പവേഴ്സും ആൾ ചെയ്യേണ്ട കാര്യങ്ങളും വേറൊരാൾക്ക് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കാൻ പാടില്ല എന്നാണ് ശരിക്കും പറയുക. ഓക്കെ, ഇനി അടുത്തത് സബ് ഏജൻറ്റ്. സബ് ഏജൻറ്റ് ഉണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഓർ കോ ഏജൻറ്റ് ഉണ്ട്, പ്രിട്ടൻഡൻ്റ് ഏജൻറ്റ് ഉണ്ട്, അങ്ങനെ കുറച്ച് ഡിഫറെൻറ്റ് ടൈപ്സ് പിന്നെയും വരുന്നുണ്ട് കേട്ടോ. സോ സബ് ഏജൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ ഏജൻറ്റ് അപ്പോയിൻറ്റഡ് ബൈ എൻ ഏജൻറ്റ് ഈസ് കോൾഡ് എ സബ് ഏജൻറ്റ്. അതായത് ഒരു ഏജൻറ്റ് ആള് വേറൊരു ഏജൻറ്റിനെ അപ്പോയിൻറ്റ് ചെയ്യാണ്, അതിനെയാണ് നമ്മൾ സബ് ഏജൻറ്റ് എന്ന് പറയുന്നത്. എൻ ഏജൻറ്റ് അപ്പോയിൻറ്റഡ് ബൈ എൻ ഏജൻറ്റ്. അതായത് അനു എന്ന് പറയുന്നത് ഓൾറെഡി ഒരു ഏജൻറ്റാണ്, നമ്മുടെ അനു. ഈ അനു പിന്നെ മനുവിനെ അപ്പോയിൻറ്റ് ചെയ്തേക്കാണ് ഏജൻ്റായിട്ട്. അപ്പോൾ ഏജൻ്റായിട്ട് അനു അപ്പോയിൻറ്റ് ചെയ്ത മറ്റൊരു ഏജൻറ്റ് ആളെയാണ് നമ്മൾ സബ് ഏജൻറ്റ് എന്ന് വിളിക്കുന്നത്. ഇനി ആരാണ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഓർ കോ ഏജൻറ്റ്? വെൻ എൻ ഏജൻറ്റ് ഹാസ് എൻ എക്സ്പ്രസ് ഓർ ഇംപ്ലൈഡ് അതോറിറ്റി ഓഫ് ഹിസ് പ്രിൻസിപ്പൽ ടു നെയിം അനദർ പേഴ്സൺ ടു ആക്ട് ഫോർ ഹിസ് പ്രിൻസിപ്പൽ ആൻഡ് ദി ഏജൻറ്റ് നെയിംസ് അനദർ പേഴ്സൺ അക്കോർഡിംഗ്ലി, സച്ച് എ പേഴ്സൺ ഈസ് നോൺ ആസ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജൻറ്റ്. ഇവിടെ നമ്മുടെ പ്രിൻസിപ്പൾ തന്നെയാണ് രണ്ട് ഏജൻറ്റിനെയും അപ്പോയിൻറ്റ് ചെയ്യുന്നത്. പ്രിൻസിപ്പൾ തന്നെയാണ് രണ്ട് ഏജൻറ്റിനെയും അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഇൻ കേസ് ഇയാൾക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നീ ചെയ്യൂ, അങ്ങനെ പറഞ്ഞ് അപ്പോയിൻറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജൻറ്റ് എന്ന് പറയുന്നത്.
ഇനി അടുത്തത് പ്രിറ്റൻഡൻറ്റ് ഏജൻ്റ് ആണ്. എ പ്രിറ്റൻഡൻറ്റ് ഏജൻറ്റ് ഈസ് വൺ ഹൂ അൺട്രൂലി റെപ്രസെൻറ്റ് ഹിംസെൽഫ് ടു ബി ദ ഓതറൈസ്ഡ് ഏജൻറ്റ് ഓഫ് അനദർ ആൻഡ് ദ ബൈ ഇൻഡ്യൂസ് എ തേർഡ് പാർട്ടി ടു ഡീൽ വിത്ത് ഹിം ആസ് ഏജൻറ്റ്. അതായത് ഇപ്പോൾ ഇപ്പം ഞാൻ പ്രിൻസിപ്പളാണ്, ഞാൻ ഒരാളെയും അപ്പോയിൻ്റ് ചെയ്തിട്ടില്ല, ഓക്കെ, പക്ഷേ എൻ്റെ ഏജൻ്റാണ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അനു നടക്കുകയാണ്. ഞാൻ ആരുടെ ഏജൻ്റാണ്, ഇപ്പോൾ ക്രിസ്റ്റോക്സിൻ്റെ ഏജൻ്റാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പ്രിറ്റൻഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിനയിച്ച് നടക്കുകയാണ്. അങ്ങനെ നടക്കുന്നവരെയാണ് നമ്മൾ പ്രിറ്റൻഡൻറ്റ് ഏജൻറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് ടെർമിനേഷൻ ഓഫ് ഏജൻസിയാണ്. ഏതൊക്കെ രീതിയിൽ നമുക്കിത് അവസാനിപ്പിക്കാം. ടെർമിനേഷൻ മീൻസ് ക്യാൻസലേഷനാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് രണ്ട് രീതിയിൽ, ഒന്ന് ടെർമിനേഷൻ ഓഫ് ഏജൻസി ബൈ ആക്ട് ഓഫ് പാർട്ടീസ്, ആ എഗ്രിമെൻറ്റ് കഴിഞ്ഞു, അല്ലെങ്കിൽ റിവോക്കേഷൻ സംഭവിച്ചു, അല്ലെങ്കിൽ റിനൗൺസിയേഷൻ ബൈ ദി ഏജൻറ്റ്. റിവോക്കേഷനും റിനൗൺസിയേഷനും. റിവോക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക, ക്യാൻസൽ ചെയ്യുക, ടേക്സ് ബാക്ക് ദ അതോറിറ്റി എന്നൊക്കെ പറയും. ക്യാൻസൽ ഓർ ടേക്സ് ബാക്ക് ദി അതോറിറ്റി. അതായത് നമ്മുടെ പ്രിൻസിപ്പൾ പറയുകയാണ്, ഇനി മുതൽ നീ ഏജൻ്റായിട്ടൊന്നും വർക്ക് ചെയ്യണ്ട കേട്ടോ, എൻ്റെ ഏജൻ്റായിട്ട് നീ പ്രവർത്തിക്കണ്ട എന്ന് പറയുന്നൊരു സിറ്റുവേഷൻ. ഓക്കെ, അതിനെയാണ് നമ്മൾ റിവോക്കേഷൻ എന്ന് പറയുക. ക്യാൻസലേഷൻ എന്നുള്ളൊരു മീനിങ് ആണ്. റിനൗൺസിയേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗിവ് അപ്പ് ചെയ്യുക. അത് ഏജൻ്റാണ് ഇവിടെ ഗിവ് അപ്പ് ചെയ്യുന്നത് കേട്ടോ. ഇനി ഞാൻ മുതൽ തൻ്റെ പ്രിൻസിപ്പളായിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്ന് പറയുന്നൊരു സിറ്റുവേഷൻ. ഇനി അടുത്തത് ടെർമിനേഷൻ ഓഫ് ഏജൻസി ബൈ ഓപ്പറേഷൻ ഓഫ് ലോ. നിയമപ്രകാരം ഇത് അവസാനിപ്പിക്കാം. പെർഫോമൻസ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എക്സ്പയറി ടൈം കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സബ്ജക്റ്റ് മാറ്ററിൽ എന്തെങ്കിലും ഡിസ്ട്രക്ഷൻ, അത് നശിച്ചു പോയാൽ, അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ മരണപ്പെട്ടാൽ, അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾക്ക് ഇൻസോൾവൻസി വന്നു, അല്ലെങ്കിൽ നമ്മുടെ പ്രിൻസിപ്പൾ ഒരു ഏലിയൻ എനിമി ആയിട്ട് മാറി, അല്ലെങ്കിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഒരു ഇമ്പോസിബിലിറ്റി വന്നു, ഇത്തരം സിറ്റുവേഷനിലും എന്താണ് ടെർമിനേഷൻ സംഭവിക്കാം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഏജൻസിയുടെ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ. ഇതിലൊന്നും സ്കിപ്പ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളില്ല, എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്. സോ നന്നായിട്ട് തന്നെ നിങ്ങൾ പഠിക്കുക. ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യാത്തവരൊന്ന് ചെക്ക് ചെയ്തോളൂ, കുറച്ച് ഇമ്പോർട്ടൻറ്റ് ലിങ്കുകൾ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ദെൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക കേട്ടോ. സോ ഓൾ ദി വെരി ബെസ്റ്റ് മക്കളെ, താങ്ക് യു.